ഇവിടെ ഒരു സ്ത്രീ തന്റെ പൂച്ചകളെ വാടകയ്ക്ക് നൽകാനായി ഒരു ചെറിയ വണ്ടിയിൽ വെച്ച് തെരുവുകളിലൂടെ നടക്കുകയായിരുന്നു. കുട്ടികൾ അവരെ പരിഹസിക്കുകയും പൂച്ചയുടെ വിച്ച് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എങ്കിലും അവരത് കാര്യമാക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു പ്രായമായ സ്ത്രീ അവരുടെ അടുത്തേക്ക് വരുന്നത്. തനിക്കൊരു പൂച്ചയെ വാടകയ്ക്ക് വേണമെന്ന് പറയുകയാണ്. അവർ 14 വയസ്സുള്ള ഒരു വയസ്സൻ പൂച്ചയെ തിരഞ്ഞെടുത്തു. പൂച്ചയുമായി അവരുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ പഴയ പൂച്ചകളുടെ ഒരുപാട് ഫോട്ടോകൾ ആ സ്ത്രീ കാണുന്നു. തന്റെ പഴയ പൂച്ചകളെല്ലാം മരിച്ചുപോയെന്നും ഇപ്പോൾ താൻ തനിച്ചാണെന്നും ആ വൃദ്ധ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ കരാർ ഒപ്പിട്ടു. പൂച്ചയെ അവിടെ ഏൽപ്പിക്കുകയാണ്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ വൃദ്ധ മരിച്ചു. വിവരമറിഞ്ഞ സ്ത്രീ അവിടെ എത്തി മേശക്കടിയിൽ ഒളിച്ചിരുന്ന തന്റെ പൂച്ചയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഒരിക്കൽ അവർ പുഴക്കരയിലൂടെ നടക്കുമ്പോൾ ഒരു പുരുഷൻ അവരെ സമീപിച്ചു. അയാൾക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു. അയാളുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ആ സ്ത്രീ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ അയാൾക്ക് വാടകയ്ക്ക് നൽകുകയാണ്. ആ പൂച്ചക്കുട്ടിയെ കയ്യിൽ കിട്ടിയപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. 2 മാസങ്ങൾക്ക് ശേഷം ആ മനുഷ്യന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടി വന്നു. എന്നാൽ ആ പൂച്ചക്കുട്ടിയെ വിട്ടുപിരിയാൻ അയാൾക്ക് മനസ്സ് വരുന്നില്ല. അയാൾ ആ സ്ത്രീയോട് പൂച്ചയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ പൂച്ചയോട് തന്നെ ചോദിക്കുകയാണ്, നിനക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ പോകണോ? പൂച്ച സന്തോഷത്തോടെ സമ്മതിച്ചു. അങ്ങനെ ആ പൂച്ചക്കുട്ടിയെ അവർ ആ മനുഷ്യന് സ്ഥിരമായി നൽകി. അയാൾ അതീവ സന്തോഷത്തോടെ അതിനെ നെഞ്ചോട് ചേർക്കുന്നു.